എടാ ഇന്നലെ നമ്മളെ ടൂർണമെൻറ്റിൽ കളിച്ച കുട്ടികളൊക്കെ നമ്മളെ നാട്ടിലത്തെ കുട്ടികളല്ലേ, നല്ല പ്ലെയേഴ്സ് കേട്ടോ. എന്താ കളി! ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തെ ഇവർക്ക് എന്തെങ്കിലും സപ്പോർട്ട് കിട്ടുമെന്നേ ഞാനും ശ്രമിച്ചോട്ടെ. മെമ്പറെ, അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കി, കുട്ടികളൊക്കെ കളിച്ച് വളർന്നു വരട്ടെ. ഏതായാലും നാളെ പഞ്ചായത്തിൽ ബോർഡ് മീറ്റിംഗ് ഉണ്ട്, ഈ കാര്യം ഒന്ന് അവതരിപ്പിച്ചു നോക്കട്ടെ കേട്ടോ. എതിരാനാ ഉപയോഗിച്ച് അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, നമുക്ക് ഓനുപാടി വിളിക്കല്ലേ. ഓനെ കൊണ്ടുപോകേണ്ട കല്ലില്ലേ, 5 പൈസ ഇല്ല. നല്ലൊരു ഡ്രസ്സ് ഇട്ട് കണ്ടു പോയിറങ്ങില്ല. 4 ആളെ കൂട്ടത്തിൽ ഓനെ കൊണ്ടുപോകാൻ പറ്റുമോ? നെതിറാൻ പറഞ്ഞൊരു കാര്യമുണ്ട് കലിയില്ലേ. ഒരു കാലത്ത് നമ്മൾ ഈ ഉപേദിൻ്റെ കൂടെ നടന്ന സമയത്ത് അന്നെ കൂട്ടണ്ടെന്നാണ് അവൻ പറയല്. അല്ലെങ്കിൽ തന്നെ വണ്ടിയിൽ സ്ഥലമില്ല. ഇജ്ജ് വണ്ടി വിട്ടുവിട്ടാ നമുക്ക് കോഴിക്കോട്ടേക്ക് എത്തണ്ടേ. ഓനെ കൂട്ടാതെ പോവാറിന ഒരു ഇടങ്ങാറാ. എന്നാ നമ്മൾ പോവല്ലേ. അല്ലോ പേരെ, നിങ്ങളൊക്കെ വലിയ കമ്പനിക്കാരല്ലേനാ? ഒരു കാലത്ത് ഇജൽ ഓരോ കൊണ്ടുവരുന്നത്, ഇപ്പം എന്തേ ഒരു പോയപ്പോൾ അന്നെ വിളിക്കാത്ത? സംഭവം ഓലിൻ്റെ കമ്പനിക്കാരൊക്കെ തന്നെയാണ്, പക്ഷെ ഓലിപ്പം എന്നോടൊപ്പം കൊണ്ടുപോകലില്ല. എൻ്റെ അടുത്ത് പൈസ ഉള്ള സമയത്ത് ഓലിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം കളീൻ്റെ അടുത്ത് നല്ല പൈസ അല്ലേ, ഇപ്പം എല്ലാവരും ഓൻ്റെ ഒപ്പാണ്. അതൊക്കെ പോട്ടെ പേര്, ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. പൈസ ഉണ്ട് ഒരിടത്ത് എല്ലാവരും ഉണ്ടാവും, ഇല്ലെങ്കിലോ ആരും ഉണ്ടാവില്ല, സുഹൃത്തുക്കൾ വരെ. ഇവിടെ പിന്നെ ഒരു മീറ്റിംഗ് ഉണ്ട്, ഒന്ന് പോയിട്ട് വരാം കേട്ടോ. എടാ, നമ്മുടെ കളിയിലല്ല പോണത്, ഓനും കയറ്റിയല്ലോ വണ്ടിയിൽ. ഓൻ പണി കഴിഞ്ഞ് വരേക്കാരം, കുളിച്ചിട്ടും കൂടി ഉണ്ടാവില്ല. വണ്ടിയിലൊക്കെ ആകെ മീൻ്റെ മണേക്കാരം. നമ്മൾ കണ്ടു പോവാ. എവിടെ ചെന്നാലും ഉണ്ടായി ഈ ചങ്ങായി. ഓനെ കയറ്റി അതിൽ നാറായിട്ട് അന്നുണ്ടാവില്ല. ഞങ്ങൾ വിട്ടുവിട്ടോ പോയത്. ഓനൊക്കെ കമ്പനി ഒഴിവാക്കേണ്ട നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡിന് പറ്റിയല്ല. എന്നാൽ പിന്നെ നമ്മൾ പോവല്ലേ?